നീ കൊണ്ട് തിന്നോ ഇത്രയും പറയണ്ട സാറേ. സാറേ നമുക്കില്ല സാറേ, പെങ്ങന്മാരും അമ്മമാരും നമുക്കില്ല. അത്രയും പറയണ്ട സാറേ. നീ കരയുന്നു പാട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ട്രെയിൻ തട്ടി ഷൈനിയുടെ 2 മക്കളും മരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ന്യൂസായിട്ട് എല്ലായിടത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് കാരണമെന്നൊന്നും മനസ്സിലായില്ല. രാവിലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിനെക്കുറിച്ച് എന്താണെന്ന് സെർച്ച് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഷൈനിയുടെ 2 പെൺമക്കളും മരിക്കാനുള്ള കാരണം ഇവരുടെ ഈ ഒരു ഷൈനിയുടെ തന്നെ ഭർത്താവായിട്ടുള്ള നോബിയാണ് കാരണമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. നോബി ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും ഭയങ്കരമായിട്ട് വീട്ടിൽ പീഡിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പെൺമക്കളുടെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോബിയായിട്ടുള്ള ഈ ഒരു ഹസ്ബൻഡായിട്ടുള്ള ഈ ഒരു ഷൈനിയുടെ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പെൺമക്കളെ അത്ര വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നുമല്ല. പ്രത്യേകിച്ച് ആൺമക്കളെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു നോബിയുടെ സഹോദരനായിട്ടുള്ള ബോബി, ഈ ബോബി എന്ന് പറയുന്ന ഒരു വയോധികനാണ്. ഇതേകണക്ക് ഈ ഒരു ഷൈനിയൊക്കെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വെളിയിൽ എവിടെയെങ്കിലും ജോലിക്കോ എന്തെങ്കിലും പോയാൽ അതൊക്കെ മുടക്കി എങ്ങും ജോലി ചെയ്യാനോ ഒന്നും സമ്മതിക്കത്തില്ല. അവിടെയൊക്കെ ചെന്നിട്ട് പറയുണ്ടായിരുന്നു ഇവൾ ഭയങ്കര കുഴപ്പക്കാരിയാണ്, ഇവൾക്ക് ജോലിയൊന്നും കൊടുക്കരുത്, വീട്ടിൽ തന്നെ അങ്ങനെ അടച്ചിടാനായിരുന്നു ഈ ഒരു ഭർത്താവിൻ്റെ സഹോദരനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഷൈനിക്കും ഈ ഒരു കുട്ടികൾക്കും ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വീട്ടിൽ തന്നെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അവരെന്ത് ജോലി ചെയ്താലും ഭയങ്കരമായിട്ട് കുറ്റം പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള നോബി എപ്പോൾ നോക്കിയാലും കുടിച്ചിട്ട് വന്നിട്ട് ഷൈനിയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു, ഭയങ്കര രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. ഇതെല്ലാം നാട്ടുകാരെല്ലാം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒട്ടും സഹിക്കാൻ വയ്യാതെ ഈ ഒരു ഷൈനി 2 പെൺമക്കളെയും കൂട്ടിക്കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുന്ന ട്രെയിൻ തട്ടി ഇടിച്ച് മരിക്കുകയും ചെയ്യുന്നത്. ഇതിന് ശേഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നാട്ടുകാരെല്ലാം ഭയങ്കര രീതിയിൽ ഇറങ്ങി. കാരണമെന്ന് പറഞ്ഞാൽ ഈ നോബി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. ആദ്യമേ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷൈനിയുടെ കുട്ടികളുടെയും ശരീരം അടക്കുന്നതെന്ന് പറഞ്ഞാൽ ഷൈനിയുടെ ഈ ഒരു കുടുംബ പള്ളിയിൽ വെച്ചാണ്. പക്ഷേ അവിടെ വെച്ചൊന്നും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു പള്ളിക്കാരുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഭർത്താവൊക്കെ ഇപ്പം കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു പള്ളിയിൽ വെച്ച് നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്യുന്നു, ഈ ഷൈനിയും കുട്ടികളുടെയും ശരീരം അടക്കമൊക്കെ അവിടെ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചത്. അവിടെ വെച്ചാണ് നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ആ ഒരു ഭർത്താവായിട്ടുള്ള നോബി ഈ ഒരു ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി വന്നത്. മൂത്ത മോനും ഉണ്ട്, ആ മോനും ഈ ഒരു അച്ഛനും കൂടെയാണ്, ഈ ഒരു നോബിയും കൂടെ വന്നിട്ടാണ് ഈ ശരീരം ഏറ്റുവാങ്ങാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് നിങ്ങൾ കണ്ട ക്ലിപ്പിൽ ഈ നാട്ടുകാർ മൊത്തം ഇവനെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുക എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു നോബി അത്രമാത്രം ക്രൂരത ഇവരോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഇത്രയും അത്രയ്ക്ക് എക്സ്റ്റെൻഡിൽ പോയിട്ട് ആ വരുന്ന ട്രെയിന് മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം പെയിൻ ഉണ്ടായിട്ടായിരിക്കണം മരിക്കാൻ, അത് കുട്ടികളെയും കൂടെ കൊണ്ടുപോയി മരിക്കുക എന്നുള്ള തീരുമാനത്തിൽ എത്തിയേക്കുന്നത്. ഇതിനെല്ലാം അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള ബോബി ഇതിനെല്ലാം കാരണമാണെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഈ ഒരു ഹസ്ബൻഡായിട്ടുള്ള നോബി ഉണ്ടെങ്കിൽ ഈ ഒരു ഭാര്യയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും ഒന്നും തന്നെ അത് തടയാനൊന്നും തന്നെ ചെയ്തിട്ടില്ല. അതുപോലെ ജോലിക്കൊക്കെ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനും ഭയങ്കരമായിട്ട് തടസ്സമൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അവസാനം ഈ ഒരു ശൈലി ഉണ്ടെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അതും 2 കുട്ടികളോ കൂടി ചെന്നാണ് ആത്മഹത്യ ചെയ്യുന്നത്. സോ ഇവനെ പോലുള്ള ഈ നോബിയെ പോലത്തുള്ള ആൾക്കാരെയൊക്കെ ഭർത്താക്കന്മാരെന്ന് അല്ലെങ്കിൽ അച്ഛനെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത യോഗ്യതയില്ലാത്തവന്മാർ ഇങ്ങനെയുള്ള മക്കളെ അല്ലെങ്കിൽ ഭാര്യമാരെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവരെയൊക്കെ എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രമാത്രം ദേഷ്യം എനിക്കും ഫീൽ ചെയ്യുന്നു. കാരണം എന്ന് പറയുന്നത് നാട്ടുകാർ ഇത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, മുമ്പേ തന്നെ ചെയ്യണമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇതേ കണക്ക് കുടിച്ച് വന്ന് ഉപദ്രവിക്കുന്നു അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അറിയാമെന്നായിരുന്നു. അപ്പോഴേ ആക്ഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ ഇരുന്നെങ്കിൽ ഇപ്പം 3 ജീവൻ നഷ്ടപ്പെടുത്തുകയില്ലായിരുന്നു. അന്നേ അത് ചെയ്യണമായിരുന്നു തോന്നി. ഈ ഒരു നോബിക്ക് അതുപോലെ തന്നെ ആ സഹോദരനായിട്ടുള്ള ബോബിക്കും കടുത്ത ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ അത് ഒട്ടും കുറവില്ല. കാരണം ഇത്രയും ഒരു 3 ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണം അവർ 2 പേരാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള ശിക്ഷ കിട്ടിയാലേ പറ്റത്തുള്ളൂ. കാരണം അവർ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്.